ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നാഷണൽ അപ്പോസ്റ്റോലിക് മീഡിയയുടെ അപ്പോസ്റ്റോലിക് ഡെയിലി മന്ന എന്ന മോർണിംഗ് ഡിവോഷനിൽ അല്പസമയം ദൈവജനം ഷെയർ ചെയ്യുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഒരു വചനഭാഗം വായിക്കുന്നു. റോമാലേഖനം 1-ാം അധ്യായം 16-ാമത്തെ തിരുവെഴുത്ത്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന യവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. പ്രിയരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് സുവിശേഷത്തിൻ്റെ സ്വയം സേവകർ. പ്രിയരെ, സുവിശേഷം എന്ന് പറയുന്നത് ഒരു അണയാത്ത അഗ്നിയാണ്. അത് കെടുത്തുവാൻ ആർക്കും കഴിയില്ല. അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള സുവിശേഷകർ ക്രിസ്തുവിൻ്റെ സ്വയം സേവകരായി പ്രതിഫലമോ വ്യക്തിപരമായ നേട്ടമോ ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹത്തോടും സമർപ്പണത്തോടും കൂടെ ക്രിസ്തുവിനെ സേവിക്കുകയും സുവിശേഷത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ. അവർ പ്രതിഫലം നോക്കാതെ രാപകൽ ദൈവത്തിനു വേണ്ടി എരിയുന്ന പന്തങ്ങളാണ്. എന്നാൽ സുവിശേഷത്തെയും ക്രിസ്തുവിനെയും വിറ്റ് ലോകത്തിൽ നിക്ഷേപിക്കുന്ന ലൗകികരായ ജഡികരായ ധാരാളം മനുഷ്യരുണ്ട്. അവരുടെ സുവിശേഷം ആഡംബരത്തിൻ്റെ, അവരുടെ സുവിശേഷം അവരുടേതായിട്ടുള്ള പേരും പ്രശസ്തിയും ധനമാഹാത്മ്യവും ഒക്കെയുമായി പോകുന്ന സുവിശേഷമാണ്. ആ സുവിശേഷം ഒരുപക്ഷെ ചിലപ്പോൾ നിലച്ചു പോയേക്കാം. ആ സുവിശേഷത്തിന് ചിലപ്പോൾ വേരില്ലാതെ വന്നേക്കാം. എന്നാൽ യഥാർത്ഥമായ സുവിശേഷത്തെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. യഥാർത്ഥമായ സുവിശേഷത്തിൻ്റെ സേവകർ അവർ ആരുടെയും സപ്പോർട്ടോ ഫണ്ടോ മിഷനോ ചർച്ചിൻ്റെ അതോറിറ്റിയോ ഒന്നും തന്നെ അവർക്ക് ആവശ്യമില്ല. അവർ ദൈവത്തിൻ്റെ അഗ്നി ചുമക്കുന്ന വാഹകരാണ്. അവർ ക്രിസ്തുവിന് വേണ്ടി സ്വയം എരിയുന്ന പന്തങ്ങളാണ്. ആ സുവിശേഷം ലോകത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സുവിശേഷം സത്യം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സുവിശേഷത്തിൻ്റെ സേവകർ ലോകത്തെ അവർ വലുതായി കാണുന്നില്ല. അവർ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായി തന്നെ സമർപ്പിച്ചവരാണ്. അവരുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി എരിയുക എന്നുള്ളതാണ്. അവർ ക്രിസ്തുവിന് വേണ്ടി ഒരു മെഴുകുതിരി നാളം പോലെ എരിഞ്ഞു തീരുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിൻ്റെ പ്രധാന വാഹകനായിരുന്ന അപ്പോസ്തലനായ പൗലോസ് താൻ ഇങ്ങനെ ഈ വചനം പറഞ്ഞപ്പോൾ നമ്മളോട് പറയുകയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അദ്ദേഹം തർസോസിലെ ഒരു കോടീശ്വരൻ്റെ മകനായിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ ധനമുണ്ടായിരുന്നു. അദ്ദേഹത്തിനെയും ധനാഢ്യനായിട്ടും സുവിശേഷം എന്ന സത്യം താൻ മനസ്സിലാക്കിയപ്പോൾ അത് പറയുന്നതിൽ താൻ ഒരിക്കലും ലജ്ജിച്ചില്ല. അദ്ദേഹം വളരെ വിദ്യാസമ്പന്നനായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ കിട്ടാവുന്ന വിദ്യാഭ്യാസമെല്ലാം അദ്ദേഹം നേടി. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആയിരുന്ന ഗമാലിയലിൻ്റെ പാദപീഠത്തിലിരുന്ന് തത്വശാസ്ത്രങ്ങളും ഫിലോസഫിയും ന്യായപ്രമാണമൊക്കെ പഠിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും. ആ മനുഷ്യൻ പറയുന്നു, സുവിശേഷം എന്ന സത്യത്തെക്കുറിച്ച് പറയാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. കുടുംബശ്രേഷ്ഠത നോക്കിയാൽ എബ്രായനിൽ ജനിച്ച എബ്രായൻ ബെന്യാമിൻ ഗോത്രക്കാരൻ. കുലവും ഗോത്രവും ഒക്കെയും ശ്രേഷ്ഠമായിരുന്നു. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിരുന്ന ശൗൽ ജനിച്ച ഗോത്രമാണ് ബെന്യാമിൻ ഗോത്രം. ആ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ച പൗലോസ് പറയുകയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാര്യം അത് വിശ്വസിക്കുന്ന ഏവനും, വലിയ പാരമ്പര്യമുള്ള യഹൂദനോ വലിയ ജ്ഞാനി എന്ന് അവകാശപ്പെടുന്ന യവനനോ, അത് രക്ഷയ്ക്കായ ദൈവശക്തിയാകുന്നു. എന്താണ് രക്ഷ? ആത്മരക്ഷ. ലോകത്തിലെല്ലാ മനുഷ്യർക്കും ദൈവം കൊടുക്കാനിരിക്കുന്ന, ദൈവം തന്നിരിക്കുന്ന വലിയ ഗിഫ്റ്റാണ് ആത്മരക്ഷ. ആത്മരക്ഷ കിട്ടണമെങ്കിൽ ഈ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നതിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ആത്മരക്ഷ കിട്ടൂ. എല്ലാ ക്രിസ്ത്യാനികളും ആത്മരക്ഷ പ്രാപിച്ചവരല്ല. യഥാർത്ഥമായ ആത്മരക്ഷ ക്രിസ്തുവിൽ പ്രാപിക്കുന്ന വ്യക്തിക്ക് ദൈവത്തിൻ്റെ സമാധാനമുണ്ട്, ദൈവത്തിൽ നിന്നുള്ള സന്തോഷമുണ്ട്, ദൈവത്തിൽ നിന്നുള്ള സംരക്ഷണമുണ്ട്, ദൈവത്തിൻ്റെ കൃപയുണ്ട്. ആ വ്യക്തിക്ക് ഈ ലോകത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ അദ്ദേഹം ദുഃഖിക്കുകയില്ല. നമുക്കറിയാം, മർക്കോസിൻ്റെ സുവിശേഷം 10:29
കർത്താവായ യേശു പറഞ്ഞു, എൻ്റെ നിമിത്തമോ സുവിശേഷം നിമിത്തമോ വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ അത് പല മടങ്ങായി നിത്യജീവനെയും പ്രാപിക്കാത്ത ആരും തന്നെ ഈ ലോകത്തിലില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ പ്രോമിസാണ്. അതുകൊണ്ട് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കേണ്ട കാര്യമില്ല. സുവിശേഷം വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ള ദൈവശക്തിയാണ്. വിശ്വസിച്ചാൽ ഒരു ദൈവശക്തിയായിട്ട് തീരുന്ന ഒന്നാണ് സുവിശേഷം. സുവിശേഷം വലിയ പവർ ഉള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ സുവിശേഷം പറഞ്ഞപ്പോൾ ഭൂതങ്ങൾ അലറി ഓടി, രോഗികൾ സൗഖ്യമായി, വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ജീവിതത്തെ ചേഞ്ചാക്കുന്നതാണ് സുവിശേഷം. സുവിശേഷം കൊണ്ട് അനേകരുടെ മനസ്സിനെ ആർദ്രതയുള്ളതാക്കി തീർക്കും. കഠിന ഹൃദയരായ മനുഷ്യരെ മാറ്റുന്ന ഒന്നാണ് സുവിശേഷം. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നരഭോജികളായിരുന്ന മനുഷ്യരെ നരസ്നേഹികളാക്കിയത് സുവിശേഷമാണ്. അതുകൊണ്ട് സുവിശേഷത്തെക്കുറിച്ച് നാം ലജ്ജിക്കേണ്ട. അത് പറയുമ്പോൾ അനേകരുടെ മനസ്സിന് ആർദ്രവ് വരും, മാറ്റം വരും, പുതുക്കം വരും, മാനസാന്തരമെന്ന അമൂല്യമായ സമ്പത്ത് വരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ സുവിശേഷം അത് കെടാത്ത ഒരു അഗ്നിയാണ്. അത് പറയുന്നവർ പരാജയപ്പെടുന്നില്ല. അത് പറയുവാൻ ആരെല്ലാം ദൈവം ഹേമിച്ചിട്ടുണ്ടോ അവർ ധൈര്യമായിട്ടത് പറയും. അത് പറയാൻ അവർ സന്നദ്ധരാണ്. അവർ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ്. അവർക്ക് മരണഭയമില്ല. അവർ ദൈവത്തിന് വേണ്ടി രക്തസാക്ഷികളായി ക്രിസ്തുവിന് വേണ്ടി ഓടുവാൻ വിളിക്കപ്പെട്ടവരാണ്. ആ സുവിശേഷം കെട്ടുകയില്ല. ആ സുവിശേഷത്തിന് വായടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. കാര്യം അത് ദൈവശക്തിയാണ്. 1-ാം നൂറ്റാണ്ടിൽ നിന്ന് ആരംഭിച്ച ആ സുവിശേഷം ഇതാ ഇന്നേക്ക് ഈ 2026 നമ്മളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വമാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയരെ, സുവിശേഷത്തെക്കുറിച്ച് നമുക്ക് ലജ്ജിക്കേണ്ട കാര്യമില്ല. അത് വിശ്വസിക്കുന്ന വ്യക്തിക്ക് ദൈവശക്തിയാണെങ്കിൽ അതിൻ്റെ വാഹകരായി സ്വയം സമർപ്പിതമായി ക്രിസ്തുവിൻ്റെ ആ പോർക്കളത്തിൽ ഓടുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന എല്ലാവർക്കും ദൈവകൃപ ലഭിക്കട്ടെ. സുവിശേഷത്തിൻ്റെ വാഹകരായി, ദൈവത്തിന് കൃപയുള്ളവരായി ഈ പ്രിയമക്കളിൽ നിന്ന് സുവിശേഷം ആരെങ്കിലും കേട്ടാൽ അവർക്ക് ദൈവശക്തിയായി, ദൈവത്തിന് സന്തോഷ സമാധാനമായി തീരുവാനിട വരണം. അനുഗ്രഹിച്ചാട്ടെ. മഹത്വം അംഗീകരിക്കരുത്. യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളെ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.